എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. എന്താണ് ഞാൻ കേട്ടതെന്ന് മറ്റും ഞാൻ പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ ആണെങ്കിലും കണ്ടൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വിഷയം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ കൂടി ഞാൻ പല വീഡിയോസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, കുറേ വീഡിയോസ് ഇതേ കണക്ക് വന്നിട്ടുണ്ട്. അതായത് ആര്യ രാജേന്ദ്രന് ഒരു നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നും മറ്റും പറഞ്ഞുകൊണ്ട്, അതായത് ഡിഗ്രി ഇല്ല, പറ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ജയിച്ചിട്ടില്ല എന്ന മട്ടിലുള്ള പല വീഡിയോസും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ, നമുക്ക് എന്തൊക്കെയായാലും ആ വീഡിയോയിലേക്ക് കിടക്കാം. ആ വീഡിയോ വാസ്തവമാണോ? ആ വീഡിയോയ്ക്കകത്ത് വാസ്തവമുണ്ടോ, അതോ അത് ചമച്ചതാണോ? നിങ്ങൾ തന്നെ പറയുകയോ. എന്തൊക്കെയായാലും നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി നിഗമനങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് 0 മാർക്കാണെന്ന് കണ്ടത്. അതേപോലെ തന്നെ 2ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല. മലയാളം ഗദ്യ സാഹിത്യത്തിന് 100-ന് 7 മാർക്കാണ് കിട്ടിയത്. IAS IPS ആവേണ്ട കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് CPM-നുള്ളത്. അവരുടെ തനി സ്വരൂപമാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് ഡ്രൈവർ യദു വിഷയം കേരളം സജീവമായി തന്നെ ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിൽ യദുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും, മേയറെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇതിനിടയിലിതാ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ R ശശികുമാർ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മേയറായതിനു പിന്നാലെ ആര്യ രാജേന്ദ്രൻ നിരവധി പ്രമുഖ ചാനലുകൾക്ക് അഭിമുഖങ്ങൾ നൽകിയിരുന്നു. ആ അഭിമുഖങ്ങളിൽ ഒന്നിൽ തനിക്ക് IPS-കാരിയാകാനാണ് മോഹമെന്ന് ആവർത്തിച്ചു പറഞ്ഞ മേയർ തൊട്ടു പിന്നാലെ മേയറുമായി ബന്ധപ്പെട്ട്, മേയറുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട്, മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണങ്ങൾ, അതിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ R ശശികുമാർ അക്കമിട്ട് നിരത്തുന്നത്. അതായത് മേയർ ആര്യ രാജേന്ദ്രന് കണക്കിൽ 0 മാർക്ക് മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ R ശശികുമാർ പറയുന്നത്. നേരത്തെ തന്നെ പല വിഷയങ്ങളിൽ CPM പ്രതിരോധത്തിലായിരുന്നു. CPM-ന്റെ യുവ നേതാവിന്റെ ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അങ്ങനെ പല വിഷയങ്ങൾ, എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്ന സംഭവങ്ങൾ, വ്യാജ മാർക്ക് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത കേരളം ഇപ്പോൾ ഈ വിഷയവും സജീവമായി ചർച്ച ചെയ്യുകയാണ്. ഏതായാലും R ശശികുമാർ തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ കേരള സമൂഹം വീണ്ടും ചർച്ചയാക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇപ്പോൾ ഇന്ന് സാറ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, മേയറുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്ന ഒരു സമയമാണ്. നേരത്തെയും CPM-ഉം SFI-യും DYFI-യും ഒക്കെ പല വിഷയങ്ങളിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. പ്രത്യേകിച്ചും മഹാരാജാസ് കോളേജിലെ മാർക്ക് വിവാദമായാലും, മാർക്ക് ലിസ്റ്റ് വിവാദമായാലും, പൂക്കോട് വെറ്റിനറി കോളേജ് സംഭവം ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്ന സമയത്താണ് ഈ മേയറുടെ വിഷയം. ഇപ്പോൾ സാർ ഈ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് സാർ ശരിക്കും മാർക്ക് ലിസ്റ്റിൽ ഉള്ളത്, എന്താണ് കണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യം ഇപ്പോൾ നമ്മുടെ SFI വിദ്യാർത്ഥികളിലെല്ലാം കണ്ടുവരുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് അവസാനം നടന്ന പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം. അതിൽ തന്നെ ഉള്ള പല കുട്ടികളും പോലീസ് ഇനിയും ചോദ്യം ചെയ്തിട്ടില്ല. ആ കുട്ടികളെല്ലാം ഇപ്പോഴും നേതാക്കന്മാരുടെ സംരക്ഷണയിലാണ്. അപ്പോൾ അതിന്റെ വേറൊരു പ്രതിരൂപമാണ് നമ്മുടെ മേയർ ആയ ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ ഇത്രയും ധാർഷ്ട്യത്തോടുകൂടി പെരുമാറിയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലാണ് CPM ആര്യ രാജേന്ദ്രൻ അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ അവർ SFIയുടെ ഒരു പ്രവർത്തകയായിരുന്നു.
ബാലജനസഖ്യത്തിന്റെ എന്തോ ഒരു പ്രവർത്തകയായിരുന്നു എന്നല്ലാതെ എന്തിനാണ് മേയറാക്കിയത്? നമുക്ക് മേയർ എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നഗരപിതാവ് അല്ലെങ്കിൽ നഗരമാതാവ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് മുമ്പ് ഉണ്ടായിരുന്നത്. നമ്മുടെ പ്രൊഫസർ ചന്ദ്രിക, മറ്റൊരു ചന്ദ്രിക ഒക്കെ വനിതകളാണ്, അവരെല്ലാം വളരെ സീനിയർ ആയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ ഒരു നഗരമാതാവിന്റെ സ്ഥാനത്തേക്ക് ഇപ്പൊ 20 വയസ്സിന്റെ താഴെയുള്ള ഒരു പെൺകുട്ടിയെ അവിടേക്ക് അവരോധിക്കുക എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കണ്ടത്. അത് CPM-ന്റെ ഒരു ധാർഷ്ട്യമാണ്. അപ്പോൾ ഇവരെ യാതൊരു പക്വതയില്ലാത്ത കുട്ടിയാണെന്ന് നമുക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. ഇന്റർവ്യൂ കൈരളി നടത്തിയപ്പോൾ ഈ ആര്യ രാജേന്ദ്രനോട് കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ ചോദിച്ചതാണ്, ഈ മേയർ ആകാനായിട്ട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, കൗൺസിലർ ആകാൻ താല്പര്യം. അപ്പോൾ പറയുന്നു, യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൗൺസിലർ ആയത്, യാദൃച്ഛികമായിട്ടാണ് ഞാൻ മേയർ ആയത്. ഒരിക്കലും എനിക്ക് മേയർ ആകണമെന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതത്തിൽ അഭിലാഷം ഒരു IPS ഓഫീസർ ആകണമെന്നുള്ളതാണ്. ഞാൻ ആ രീതിയിലാണ് എൻ്റെ പഠനം തുടർന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഈ ആര്യ രാജേന്ദ്രന്റെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കണം എന്ന് ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് തോന്നി. ക്യാമ്പയിൻ കമ്മിറ്റി അപ്പോൾ തന്നെ ഡീറ്റെയിൽസ് മുഴുവൻ കളക്ട് ചെയ്തിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് +2 കഴിഞ്ഞതിന് ശേഷം LBS-ൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗിൽ 1ാം സെമസ്റ്ററിന്റെ കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ പഠനം അവിടെ ഉപേക്ഷിച്ചു. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രാപ്തി ആര്യ രാജേന്ദ്രന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം ആർട്സ് സയൻസ് കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിലെ ആവാൻ സാധ്യതയുള്ളൂ. എന്തായാലും മാത്തമെറ്റിക്സിന് അഡ്മിഷൻ വാങ്ങി. ആ സെമിസ്റ്ററിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് 0 മാർക്കാണെന്ന് കണ്ടത്. അതേപോലെ തന്നെ 2ാം സെമിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കിയപ്പോൾ മാർക്കുകളൊന്നുമില്ല. മലയാളം ഗദ്യ സാഹിത്യത്തിന് 100-ന് 7 മാർക്കാണ് കിട്ടിയത്. അപ്പോഴേക്കും ഈ കുട്ടിയുടെ അക്കാഡമിക് മെറിറ്റ് എന്താണ് നമുക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് കൈരളി ചാനൽ എടുത്ത ഇന്റർവ്യൂവിൽ IAS അല്ലെങ്കിൽ IPS ആകേണ്ട ഒരു പെൺകുട്ടിയെ പാർട്ടി നിർബന്ധിച്ച് മേയറാക്കിയിരിക്കുന്നു. അത് ആ രീതിയിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. IAS-ഉം IPS-ഉം ആകേണ്ട കുട്ടികളെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കബളിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് CPM-നുള്ളത്. അവരുടെ തനി സ്വരൂപമാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർ, ആ ഡ്രൈവർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച പയ്യനാണ്, അയാൾക്ക് ഇതിനേക്കാളും നല്ല മാർക്കുണ്ട്. അപ്പോൾ അവിടെ യദു എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല, പൂർണ്ണമായും മേയർ എന്ന് പറയുന്നയാൾ കൂടുതൽ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട, ഗവർണർ വളരെ ഉയർന്ന സ്ഥാനമാണ്. നമ്മൾ മേയറെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു മേയർ ഒരു ഡ്രൈവറോട് ആ റോഡിൽ വെച്ച് പെരുമാറിയത് തീർച്ചയായിട്ടും മേയറുടെ ഭാഗത്താണ് അപമര്യാദയുള്ളത്. അത് CPM-ന്റെ ധാർഷ്ട്യത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഇനിയെങ്കിലും തെറ്റുതിരുത്താൻ CPM തയ്യാറാവണം. ഈ രീതിയിൽ SFI വിദ്യാർത്ഥികളെയും അടുത്ത തലമുറ ഇവരെല്ലാം നാളെ മേയറും നാളെ മന്ത്രിയും അല്ലെങ്കിൽ MLA ഒക്കെ ആയി വരേണ്ടവരാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള പല MLA-മാരുടെയും, ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള സച്ചിന്റെ ഉൾപ്പെടെയുള്ളവരുടെ പെരുമാറ്റം അത് തന്നെയാണ്. ഇവരാണ് നമ്മുടെ ജനപ്രതിനിധിയെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും, നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കുത്തഴിഞ്ഞതാവും. തീർച്ചയായിട്ടും അതുകൊണ്ട് CPM ഇനിയെങ്കിലും തെറ്റുതിരുത്തുവാൻ തയ്യാറാകണം. തീർച്ചയായിട്ടും മേയറെ മാറ്റണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. മേയറെ നല്ലത് പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രനേക്കാളും വളരെ പ്രാഗൽഭ്യമുള്ള ആൾക്കാർ ഇന്ന് കൗൺസിലേഴ്സ് ആയിട്ടുണ്ട്. CPM-ൽ തന്നെ യുവ കൗൺസിലർമാരുണ്ട്, വളരെ അക്കാഡമിക് മെറിറ്റുള്ള കുട്ടികളുണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ ദാക്ഷ്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ആ മേയറാക്കിയത് തീർച്ചയായിട്ടും കേരള സമൂഹത്തോട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ആ തെറ്റ് തിരുത്തി അവർ ഉപദേശിക്കുവാൻ CPM നേതൃത്വം തയ്യാറാവുകയാണ് വേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇത് കെട്ടിച്ചമച്ച ഒരു വീഡിയോ അല്ല, ഞാനല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണെന്നോ എന്താണെന്നോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വിഷയമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം